ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കൊച്ചു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഒരേ ഒരു സിസ്റ്ററിൻ്റെ പുതിയ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഏകദേശം 3700 സ്ക്വയർ ഫീറ്റ് ബിൽഡ് ഏരിയ ആണ് ഈ വീടിന് വരുന്നത്. സിമ്പിളായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയ ആണ് ഈ വീടിനുള്ളത്. സിറ്റ് ഔട്ടൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. വളരെ സിമ്പിൾ ഡിസൈനിലുള്ള വീതിയുള്ള ഡബിൾ ഡോറാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറിൽ നിന്ന് നമ്മളൊരു ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ് വരിക. നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഡിസൈനും കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഫോർമൽ ലിവിങ് ഏരിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഫോർമൽ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് വരിക. ഇവിടെയാണ് പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രയർ ഏരിയ ഈ വീടിൻ്റെ ഒരു നല്ലൊരു അട്രാക്ഷനായിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് തോന്നി. ഈ ഫാമിലി ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയയും വരുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസും വാൾ പെയിൻറ്റും അതുപോലെ തന്നെ ഫർണിച്ചേഴ്സിൻ്റെ ഡിസൈനും കളറും ഒക്കെ ഈ വീടിനെ ഒരുപാട് മനോഹരാക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് കൂടിയുണ്ട്. നല്ല എയർ സർക്കുലേഷനും വെളിച്ചവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. ഈ ഓപ്പൺ ബാൽക്കണി സ്പേസ് ഈ വീടിൻ്റെ ഭംഗി വീണ്ടും ഡബിൾ ആക്കുന്നുണ്ട്. നൈറ്റൊക്കെ ഇവിടെ വന്നിരുന്ന് ചില്ല് ചെയ്യാൻ അടിപൊളിയാണ്. നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ചേച്ചി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂം. ഇത് 2 സിംഗിൾ കോട്ട് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ഈ കോർണറിലായിട്ട് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും വാർഡ്രോബും ബാത്ത് അറ്റാച്ച്ഡും ഉണ്ട്. ഈ റൂമാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർസിൻ്റെ താഴെയായിട്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. ബൈ ദ വേ, ഇതാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും മക്കളും. ഈ വീടിൻ്റെ കിച്ചൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരുപാട് വലിയ കിച്ചണൊന്നുമല്ല, എന്നാലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. കിച്ചണിലെ മെയിൻ വിൻഡോസൊക്കെ ഉള്ള കാരണം നല്ല സൺലൈറ്റ് നമുക്ക് കിച്ചണിലേക്കും കിട്ടും. കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ പാൻട്രിയും ഫ്രിഡ്ജും അവനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഈ മെയിൻ കിച്ചൺ കഴിഞ്ഞ് വന്നാൽ ഇവിടെ ചെറിയൊരു സെക്കൻഡ് കിച്ചൺ കൂടി ഉണ്ട്. വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു സ്റ്റോർ റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. സ്റ്റെയർസ് കയറി നമ്മളിങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഇങ്ങനെ ചുമ്മാ വന്നിരിക്കാനൊക്കെ രസമാണ്. ഇവിടെ അയൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇതിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. നമ്മൾ നേരെ കയറി വരുമ്പോഴുള്ള ബെഡ്റൂമാണിത്. നല്ല എയർ സർക്കുലേഷന് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ എല്ലാ ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ റൂമുകളിലും ഡ്രസ്സിങ് ഏരിയയും വാർഡ്രോബിനൊക്കെ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള മൂന്നാമത്തെ റൂമാണിത്. ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇനിയാണ് ഞാൻ നേരത്തെ പറയാൻ വന്ന സ്റ്റെയർസിൻ്റെ ഓപ്പോസിറ്റോടെയുള്ള ഓപ്പണിങ്ങിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ കാണാം. ഈ വീടിന് ഏറെ പ്രത്യേകതയുള്ളത് മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള പൂൾ ഏരിയ ആണിത്. നമ്മൾ വെക്കേഷൻ ടൈമിലൂടെ ആയിരുന്നതുകൊണ്ട് അത്യാവശ്യം എൻജോയ് ചെയ്തു ഈ പൂളിലൊക്കെ. ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് ഒരുപാട് പ്രിയപ്പെട്ടതായിട്ട് തോന്നും. നൈറ്റ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ വീട് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും നമുക്ക്. വെക്കേഷന് നമ്മൾ ബോണിക്കുട്ടനെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവനും അവിടെ അത്യാവശ്യം എൻജോയ് ചെയ്തു. അടുത്ത വെക്കേഷൻ വരാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഈ പുതിയ വീടിൻ്റെ ഈ ചെറിയ ഹോം ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.